സിനിമാപ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ടിക്കി ടാക്ക. ആസിഫ് അലി നാഗനായെത്തുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറി. വൻ ബജറ്റിലൊരുങ്ങുന്ന ടിക്കി ടാക്കയുടെ ഷൂട്ട് അവസാനഘട്ടത്തിലാണ്. ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടാണ് സിനിമാ പേജുകളിലെ ചർച്ച. ചിത്രത്തിൽ സൂപ്പർ താരം പൃഥ്വിരാജ് അതിഥിവേഷം കൈകാര്യം ചെയ്യുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് ചിത്രത്തിൽ നിന്ന് പൃഥ്വിരാജ് പിന്മാറിയെന്നാണ് വിവരം. വാരണാസിയടക്കം നിരവധി ചിത്രങ്ങളുടെ തിരക്കുകൾ കാരണമാണ് പൃഥ്വിക്ക് ടിക്കി ടാക്ക ചെയ്യാനാകാത്തതെന്നാണ് റിപ്പോർട്ട്. പൃഥ്വിരാജിന് പകരം തമിഴ് സൂപ്പർ താരം വിശാൽ ഈ വേഷം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മലയാളത്തിൽ വിശാലിന്റെ രണ്ടാമത്തെ ചിത്രമായി ടിക്കി ടാക്ക മാറിയേക്കുമെന്നാണ് സിനിമാ പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മോഹൻലാലിനെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്തത് വില്ലനിലൂടെയാണ് വിശാൽ മലയാളത്തിലേക്ക് കടന്നുവന്നത്. ഇപ്പോഴിതാ വിശാൽ വീണ്ടും മലയാളത്തിലെത്തുന്നുവെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. തമിഴിൽ ഏറ്റവും നന്നായി ആക്ഷൻ ചെയ്യുന്ന താരങ്ങളിലൊരാളായ വിശാൽ മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ ചിത്രത്തിന്റെ ഭാഗമാവുകയാണെന്ന വാർത്ത സിനിമാപ്രേമികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ടിക്കി ടാക്കയിലെ വിശാലിന്റെ വേഷത്തെക്കുറിച്ച് ഔദ്യോഗികമായ അറിയിപ്പ് വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ട്. എറണാകുളം, പാലക്കാട്, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലായാണ് ചിത്രത്തിന്റെ ഷൂട്ട്. അവസാനഘട്ട ഷൂട്ട് കൊച്ചിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഒക്ടോബറിൽ ചിത്രം തിയേറ്ററുകളിലെത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ പദ്ധതിയിടുന്നത്. ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമായാണ് ടിക്കി ടാക്ക ഒരുങ്ങുന്നത്. വാമിക ഗബ്ബിയാണ് ചിത്രത്തിലെ നായിക. സഞ്ജന നടരാജ്, ലുക്മാൻ അവറാൻ എന്നിവരാണ് മറ്റു താരങ്ങൾ. മലയാളത്തിൽ നിലവിലെ സെൻസേഷണൽ താരമായ നസ്ലിനും ടിക്കി ടാക്കയുടെ ഭാഗമാണ്. ചിത്രത്തിനായി ആസിഫ് അലി വമ്പൻ ട്രാൻസ്ഫോർമേഷനാണ് നടത്തിയത്. 2024-ൽ ആരംഭിച്ച ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിനിടെ ആസിഫിന് പരിക്ക് പറ്റിയത് വലിയ വാർത്തയായിരുന്നു. ഡെൻവറിന്റെയും സംഘത്തിന്റെയും വരവ് ബോക്സ് ഓഫീസിൽ വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്.